ആദ്യം നമ്മൾ ദിലീപ് ദേവസിയിലേക്ക് പോകുകയാണ്. റിപ്പോർട്ടറിന്റെ ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. കൊല്ലത്ത് ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തൃക്കോവിൽവട്ടം പഞ്ചായത്താണ് അത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫാമിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടായതും കുടിവെള്ളം ഉൾപ്പെടെ മുട്ടിയതും റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ലൈസൻസ് ഇല്ലാതെയാണ് 2024 മുതൽ ഫാം പ്രവർത്തിച്ചതെന്ന് കൂടി കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. നിലവിൽ നമ്മൾ പരാതി ലഭിച്ചതിന് പ്രകാരം പല അന്വേഷണങ്ങൾ നടത്തി. അതും കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ തീരുമാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ തന്നെയാണ്. സ്റ്റോപ്പ് മെമ്മോ ഔദ്യോഗികമായിട്ടൊന്ന് കൊടുക്കും. ഇന്നലെ അല്ലാതെ നമ്മൾ വിവരങ്ങൾ അവരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് ഫാം നിർത്തുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം അവർ ചോദിച്ചിട്ടുണ്ട്. ഒരു 15 ദിവസത്തെ ഒരു സാവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സമയങ്ങളിൽ മലിനജലം പുറത്ത് വരാനുള്ള സാഹചര്യം ഒരുക്കരുതെന്ന്, തുടർന്ന് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം PCBയുടെ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് ഉള്ള നടപടികൾക്ക് പോകാമെന്നുള്ളതാണ്. നിലവിൽ ലൈസൻസ് പുതുക്കിയിട്ടില്ല. ലൈസൻസ് ഉണ്ടായിരുന്നു, അത് പുതുക്കി കൊടുത്തിട്ടില്ല. നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ വേറെ സാങ്കേതികം പറയുന്നുണ്ട്, കൊടുത്തിട്ടില്ല. ദിലീപ് ദേവസിയുടെ വിശദാംശങ്ങളുമായി ദിലീപ്, ഇന്നലെ ആ കുടുംബങ്ങളുടെ കണ്ണീർ നമ്മൾ കണ്ടതാണ്, അവരുടെ വേദന കണ്ടതാണ്, രോഗാവസ്ഥ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ നടപടി ഉണ്ടാകുന്നു. ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പഞ്ചായത്ത് എന്തൊക്കെ തുടർ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഫാം തന്നെ അടച്ചുപൂട്ടണം എന്നാണോ നിർദ്ദേശം? വിനീത, വെരി ഗുഡ് ഈവനിങ്. ഈ ഫാം ഇവിടെ നിന്ന് അടച്ചുപൂട്ടണമെന്ന ആവശ്യമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ നാട്ടുകാരുടേത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായത്. റിപ്പോർട്ടർ TV ഈ വാർത്ത സംരക്ഷണം ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. കുടിവെള്ളം ഇവർക്ക് കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന കുടിവെള്ളവും പൈപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളവും അടക്കം നമ്മൾ കണ്ടതാണ്. ഈ ഫാമിൽ നിന്ന് ഒഴുക്കുന്ന മലിനജലം ഇവരുടെ കിണറ്റിലേക്ക് അടക്കം എത്തുന്നു. ആ വെള്ളം കൊണ്ടാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് അടക്കം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV ഇന്നലെ വാർത്ത നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് ഈ ദേവ് സ്നാക്സിൻ്റെ ഉടമയെയും നാട്ടുകാരെയും ജനപ്രതിനിധികളെയും വിളിച്ചു വരുത്തിയ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായിട്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിന്, അതായത് ഈ ഫാം അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി വരുന്ന 15 ദിവസം സമയം നൽകിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള പശുക്കളെയും മറ്റും ഇവിടെ നിന്ന് നീക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ മറ്റൊരു ഗുരുതരമായ വിഷയം കൂടെ ഉണ്ട്. 2024 വരെയുള്ളൂ ഇവിടേക്ക് ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നത്. 2024 മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്നും ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചതെന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ നാട്ടുകാർക്ക് ഇത് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഇനി എന്തായാലും 15 ദിവസം. ചേട്ടാ, ആശ്വാസമായോ? ആശ്വാസം അങ്ങനെ ആയി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രതികരണമാണ് രണ്ട് കൂട്ടത്തിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഈ 15 ദിവസം വരെ നമ്മൾ അവർ പറഞ്ഞതിൻ്റെ ഇതിക്ക് ക്ഷമിക്കും. 16ാമത്തെ ദിവസം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാനുള്ളൊരു തീരുമാനമാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെതായ നടപടികളിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 15 ദിവസം വരെ ഞങ്ങൾ കാക്കത്തുള്ളൂ. അതില്ലെങ്കിൽ ഞങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും. എന്തായാലും പഞ്ചായത്ത് പറഞ്ഞ വിനീത, 15 ദിവസം ഇവർ കാത്തിരിക്കും. ആ 15 ദിവസത്തിനുള്ളിൽ നിന്ന് തന്നെ ഇത് ഈ ഫാമിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് നീക്കണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ ഇന്നലെ വാർത്തയിൽ കണ്ട ആ ദുരിതമായ കാഴ്ചയ്ക്ക്, ആ ദുരിതമായ അവസ്ഥയ്ക്ക് ഒരു ആശ്വാസമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാക്കുകൾ. എന്തായാലും അത് പൂർത്തീകരിക്കുമോ? അത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശവും ദിലീപ്. ജനകീയമായി ആ പ്രശ്നത്തെ കാണുകയും ജനങ്ങൾക്ക് വേണ്ടുന്നത് എന്തോ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നതാണ്. ഏതായാലും ഇതുവരെ അനങ്ങാതിരുന്ന പഞ്ചായത്ത്, നിരവധി പരാതികൾ വന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച പഞ്ചായത്ത് ഇടപെടുന്നു. 15 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നു. അതിന് പിന്നാലെ ഫാം അടച്ചുപൂട്ടുക എന്നത് തന്നെയാണ് ആ പ്രദേശവാസികളുടെ ആവശ്യം. സാധ്യമാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചിരിക്കുന്നത്.